ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് പർപ്പിൾ കളറിൻ്റെ രണ്ട് ഷെയ്ഡ് വെച്ചിട്ടാണ് ഇത് ഒരു എംബ്രോയ്ഡറി ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. ഇതും രണ്ട് തുമ്പും ഒരുപോലെ കെട്ടിട്ടതാണ്. പിന്നെ കുറച്ച് നൂലെടുത്ത് കയ്യിൽ ഇതുപോലെ ഒരു 10 വട്ടം ചുറ്റിയെടുത്തിട്ട് ബാക്കി നൂലൊന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ ആ ഒരു നമ്മുടെ ഫ്ലവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റൗണ്ട് ഷേപ്പിൽ നന്നായിട്ടൊന്ന് കിട്ടിയ ശേഷം അതിനെ ഒന്ന് എവിടെയാണോ ആ ഫ്ലവർ വേണ്ടത് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തയ്ക്കുമ്പോഴുള്ള ആ ഒരു ടൈറ്റായിട്ട് തയ്ക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സൂചി കുത്തിയെടുത്തിട്ടില്ലേ, എന്നിട്ട് അതിൻ്റെ തന്നെ തൊട്ടടുത്ത് തന്നെയാണ് ആ നൂലിൻ്റെ മുകളിൽ കൂടി കൊണ്ടുപോയിട്ട് അത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോഴേ നന്നായിട്ട് ടൈറ്റായിട്ടിരിക്കുള്ളൂ. നിങ്ങൾക്കത് പറയുന്നതിനേക്കാളും നോക്കിയാൽ നന്നായിട്ട് മനസ്സിലാവുമെന്ന് തോന്നുന്നു. അപ്പോൾ അതിനുശേഷം അടുത്ത ഭാഗം അതിൻ്റെ തൊട്ടടുത്താണ് ചെയ്യുന്നത്. അതിനകത്ത് അടിവശത്തോടി ഇങ്ങനെ സൂചി കുത്തിയെടുത്തിട്ട് പിന്നീട് നൂലിൻ്റെ പുറകിലാക്കി ഇതുപോലെ തൊട്ടടുത്ത് തന്നെ കുത്തി സൂചി അങ്ങ് താഴ്ത്തിയെടുക്കുക. അപ്പോൾ നൂല് മുകളിൽ കൂടി ആയി വരേണ്ടതാണ്, എങ്കിലേ അതായത് ഇങ്ങനെ ടൈറ്റായിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ തന്നെയാണ് ബാക്കി രണ്ട് ഭാഗത്തും കൂടി ചെയ്യാനുള്ളത്. നന്നായിട്ട് ടൈറ്റായ മാത്രമേ ഈ ഒരു ഫ്ലവർ ശരിക്കും നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ പേർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ 3K കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ പേർക്കും ഒരുപാട് താങ്ക്സ്. നമ്മൾ പിന്നീട് ഈ ഒരു ത്രെഡ് ആ വശത്ത് 4 വശത്തും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെങ്കിൽ 4 പെറ്റലുള്ള ഒരു പൂവായിട്ട് ഇട്ടുള്ളൂ. 5 പെറ്റലാണ് വേണ്ടതെങ്കിൽ 5 പെറ്റൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. പക്ഷേ 4 പെറ്റലാണ് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ വശത്തും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു തയ്യലിൻ്റെ ആ ഒരു ടൈറ്റായിട്ട് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു ടഫായിട്ടുള്ളൊരു കാര്യം. ബാക്കിയെല്ലാം എളുപ്പമാണ്. അപ്പോൾ അതിൻ്റെ ലീഫ് ചെയ്തിട്ടുള്ളത് ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ലീഫാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ലീഫാണ്. പിന്നെ സ്റ്റെം ചെയ്തിട്ടുള്ള സ്റ്റെം സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ്. എല്ലാ വീഡിയോസിലും ഞാനത് കാണിക്കുന്നുള്ളതുകൊണ്ടാണ് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാത്തത്. എന്നിട്ട് സൂചിയുടെ മുകൾ ഭാഗം ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ വിടർത്തി കൊടുത്താൽ നല്ല ഭംഗിയുള്ളൊരു 3D എഫക്റ്റ് ഉള്ളൊരു പൂവ് റെഡിയായി കിട്ടും. പിന്നീട് നടുവിൽ എന്തൊക്കെയാണോ വെക്കേണ്ടത്, സ്വീക്കൻസോ ബീഡ്സോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വയ്ക്കാം. ഞാനിവിടെ ഒരു വൈറ്റ് കളർ പേളാണ് വെക്കുന്നത്. ഒന്നിൻ്റെ നടുവിൽ 3 എണ്ണം ഞാൻ വെച്ച് കൊടുക്കുകയാണ്. ഒന്ന് വെച്ചാലും കുഴപ്പമില്ല, ഭംഗിയാണ്. അപ്പോൾ ഈ ഫ്ലവേഴ്സ് ഒരുപാട് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ ഞാൻ 4 ചെയ്തിട്ടുള്ളൂ. ഒരുപാട് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ വൈറ്റ് കളറിലാണ് കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട്. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.